തമിഴ്നാടിന്റെ 5 പതിറ്റാണ്ട് പഴക്കമുള്ള കറുപ്പും ചുവപ്പും കലർന്ന രാഷ്ട്രീയ ചിത്രത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരക്കഥയുമായാണ് വിജയ് കടന്നുവന്നത്. സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയുടെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ കോടികളുടെ പ്രതിഫലവും ജനപ്രിയതയും ഉപേക്ഷിച്ചാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പതിറ്റാണ്ടുകളായി തമിഴകത്തെ ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വിജയ് മക്കൾ ഇയക്കം എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിലൂടെയാണ് വിജയ് തന്റെ രാഷ്ട്രീയ അടിത്തറ പണിതുയർത്തിയത്. വിസിൽപോഡ് രാഷ്ട്രീയ പാർട്ടിയെ തമിഴക വെട്രിക്കഴകം അഥവാ TVK മാറുമ്പോൾ എതിരാളികൾ അതിനെ കേവലം ഒരു സിനിമാക്കാരന്റെ താൽക്കാലിക മോഹം എന്ന് വിളിച്ച് കളിയാക്കി. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് തമിഴകം പുതിയൊരു മാറ്റത്തിന് വോട്ട് ചെയ്തു. തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉറപ്പാക്കി വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സെന്റ് ജോർജ് കോട്ടയിലേക്ക് നടന്നു കയറി. ചുമതലയേറ്റ ആദ്യ നാളുകൾ തന്നെ തന്റെ ഭരണശൈലി എന്തായിരിക്കുമെന്ന് വിജയ് വ്യക്തമാക്കുകയുണ്ടായി. സിനിമാറ്റിക് മാസ് ഡയലോഗുകൾക്ക് പകരം കൃത്യമായ ഭരണ പരിഷ്കാരങ്ങൾക്കാണ് ആദ്യ ദിവസം തന്നെ അദ്ദേഹം തുടക്കമിട്ടത്. സൗജന്യ വൈദ്യുതി പദ്ധതിയും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക കർമ്മസേനയും ലഹരി മരുന്നുകൾക്കെതിരായ പോരാട്ടവും ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. ആദ്യ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ചെന്നൈയിൽ വെച്ച് നടന്ന വൻ നിക്ഷേപ സംഗമത്തിലൂടെ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ വ്യവസായ കരാറുകളിൽ ഒപ്പിടാൻ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് സാധിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ, ഇലക്ട്രിക് വാഹനങ്ങൾ, സെമി കണ്ടക്ടർ മേഖലകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തമിഴ്നാടിന്റെ ഗ്രാമീണ മേഖലകളിലേക്ക് പോലും തൊഴിലവസരങ്ങൾ എത്തിക്കാൻ ഈ നിക്ഷേപങ്ങൾ വഴി തുറന്നു. രാഷ്ട്രീയപരമായ വീക്ഷണത്തിൽ വിജയുടെ 100 ദിവസങ്ങൾ തികച്ചും കൗതുകകരവും നിർണായകവുമാണ്. സിനിമയിലെ ഒരു ഹീറോ എന്ന പ്രതിച്ഛായയിൽ നിന്ന് ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിജയ് എത്ര വേഗത്തിൽ മാറി എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. പതിവ് ദ്രാവിഡ രാഷ്ട്രീയ തർക്കങ്ങളിൽ നിന്നും വൈകാരിക പ്രസംഗങ്ങളിൽ നിന്നും മാറി നിൽക്കാനും പ്രായോഗികമായ വികസന നയങ്ങളിലും ദ്രുതഗതിയിലുള്ള ജനക്ഷേമ പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിജയ്ക്ക് സാധിച്ചു. വലിയ അഴിമതി ആരോപണങ്ങളോ വലിയ ഭരണ പ്രതിസന്ധികളോ ഇല്ലാതെ ആദ്യത്തെ 3 മാസങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഭരണതലത്തിൽ വിജയ് കാഴ്ചവെച്ച അച്ചടക്കത്തിന്റെ തെളിവാണ്. നിയമസഭയിൽ പ്രധാന ഘടകകക്ഷികളെയെല്ലാം സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ച് മന്ത്രിസഭയെ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞതാണ് വിജയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഈ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ഭരണനിർവഹണത്തിൽ വലിയ രീതിയിലുള്ള പോരായ്മകളും ഉയർന്നു വരുന്നുണ്ട്. മന്ത്രിമാരുടെ അനുഭവ പരിചയമില്ലായ്മയാണ് TVK സർക്കാരിന്റെ പ്രധാന ദൗർബല്യമായി വിലയിരുത്തപ്പെടുന്നത്. പുതിയ ഭരണസമിതിയിലെ പുതുമുഖങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പ്രകടനം നടത്തുന്നത് എക്സൈസ്, ദേവസ്വം വകുപ്പ് മന്ത്രിമാർ മാത്രമാണെന്ന വിമർശനം ശക്തമാണ്. അധികാരം ഉറപ്പിച്ചു നിർത്താനായി പ്രധാന AADMK MLA മാരെ രാജിവെപ്പിച്ചതും മുൻ ഭരണകാലത്ത് അഴിമതി ആരോപണങ്ങൾ നേരിട്ട C. വിജയഭാസ്കറിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ 2 കൈയും നീട്ടി പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും വിജയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായും BJPയുമായുള്ള രാഷ്ട്രീയ നിലപാടുകളിലെ അവ്യക്തതയും പൊതുസമൂഹത്തിൽ വലിയ സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. BJPയെ പിണക്കി കേന്ദ്ര ഫണ്ട് കളയാനില്ലെന്ന നയത്തിൽ നിറയെ ആശയക്കുഴപ്പങ്ങൾ നിഴലിക്കുന്നുണ്ട്. തമിഴ്നാടിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇത് വിട്ടുവീഴ്ചയാണോ എന്ന് പ്രതിപക്ഷം ചോദ്യം ഉയർത്തുന്നുണ്ട്. മാത്രവുമല്ല, മുൻ സർക്കാരിന്റെ പദ്ധതികളുടെ പേരുമാറ്റമല്ലാതെ കാതലായ മാറ്റങ്ങളൊന്നും വികസന രംഗത്ത് സംഭവിക്കുന്നില്ലെന്നാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം. ഈ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് TVK സർക്കാരിന്റെ അടിയന്തര ഭാവി നിർണ്ണയിക്കുന്ന വമ്പൻ പോരാട്ടത്തിന് തമിഴകം കളമൊരുങ്ങുന്നത്. വിജയ് ഒഴിഞ്ഞ തിരുച്ചി ഈസ്റ്റ് ഉൾപ്പെടെയുള്ള ഒഴിവ് വന്ന 7 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞു. കേവലം സീറ്റുകൾ നിലനിർത്തുക എന്നതിലുപരി കഴിഞ്ഞ 100 ദിവസത്തെ ഭരണത്തിന് തമിഴ് ജനത നൽകുന്ന യഥാർത്ഥ മാർക്ക് ലിസ്റ്റ് ആയിരിക്കും ഈ ഫലം. ഈ 7 മണ്ഡലങ്ങളിലെ ജനവിധി വിജയുടെ തന്ത്രങ്ങൾ ശരിയായിരുന്നുവോ അതോ പ്രതിപക്ഷത്തിന്റെ അഴിമതി അനുഭവ പരിചയമില്ലായ്മ ആരോപണങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തോ എന്ന് വ്യക്തമാകും. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് TVK സർക്കാരിന്റെയും വിജയ് എന്ന മുഖ്യമന്ത്രിയുടെയും ആദ്യത്തെ യഥാർത്ഥ അഗ്നിപരീക്ഷയെ മാറും.